ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് ദിവസം മുന്നേ നമ്മുടെ +1 റിസൾട്ട് വന്നിട്ട് റിസൾട്ടിൻ്റെ ഒരു റിയാക്ഷൻ പോലെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴും അതിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറച്ചധികം കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാത്സിൻ്റെ സ്റ്റഡി പ്ലാൻ പറയാനായിട്ട്, എങ്ങനെയാണ് 8 ഔട്ട് ഓഫ് 8 കിട്ടിയത്, ഏതൊക്കെ ഗൈഡ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, മാത്സ് എങ്ങനെയാണ് പഠിക്കണമെന്ന് ചോദിച്ചിട്ട് +1ലെയും +2ലെ ആൾക്കാർ ആയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് +1 ഏകദേശം മാത്സ് 14-13 ചാപ്റ്റർ വരുന്നുണ്ട്. കാരണം ചില ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ പഴയ ടെക്സ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ അറിയില്ല. പക്ഷേ ഏകദേശം ഒരു 10-14 ചാപ്റ്റേഴ്സും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് അനുസരിച്ച് അങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ടഫായിട്ടും 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സും ഉണ്ട്, പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 6 മാർക്കിന് ചോദിക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മാത്സിൻ്റെ +1 എക്സാമിൻ്റെ ഒരു ടൈപ്പ് വരുന്നുള്ളത്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ട്രിഗണോമെട്രി, പിന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ നിന്ന് 3 6 മാർക്കിന് നമുക്ക് ചോദിക്കുന്നുള്ളത്. മാത്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് എപ്പോഴും ടഫായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ട്രിഗണോമെട്രിയാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ലീനിയർ ഇൻഇക്വാളിറ്റീസ്, കോംപ്ലക്സ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് സിമ്പിളായിട്ട് വരും എന്ന് പറഞ്ഞാലും ടഫായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പാസ്ഔട്ട് ആയിട്ടുള്ള +2 സ്റ്റുഡൻസ് അവരുടെ +1 എക്സാം മാത്സ് ഭയങ്കരമായിട്ട് ടഫായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഞങ്ങൾ +1 കാലെടുത്ത് വെക്കുന്നത്. അവരുടെ റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ +1 ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ +1 ചെന്നപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ പറയാൻ തുടങ്ങി +2കാരുടെ എക്സാം ഭയങ്കര ടഫായിരുന്നു, അവരുടെ +1 എക്സാം ഭയങ്കര ടഫായിരുന്നു, നിങ്ങൾക്കും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം, മാത്സ് ഒക്കെ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ചെയ്ത് പഠിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പേടിയും കാര്യങ്ങളും ഒക്കെ പിടിക്കുമ്പോൾ ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മാത്സ് ഭയങ്കര സിമ്പിളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തോന്നും. ആക്ച്വലി മാത്സ് കുറച്ച് സിമ്പിളൊക്കെ ആണ്, എങ്കിൽ കൂടിയും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമൊക്കെ അനുസരിച്ചിരിക്കും എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ +2 സ്റ്റുഡൻസിന് അത്രയ്ക്ക് ഭാഗ്യമില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ എക്സാം ടഫ് ആയതുകൊണ്ടും ഡിലീറ്റഡ് പോർഷൻസ് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. നമ്മളെന്തോ ഭയങ്കര ഭാഗ്യമുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മുടെ +1 പബ്ലിക് എക്സാം എന്ന് പറയുന്നത് മാത്സ് നല്ലോണം ഈസി അല്ലാതെ തോന്നിയിട്ടുള്ളവരുണ്ടായിരിക്കാം. ഓരോരുത്തർക്കും പിന്നെ ഓരോ ലെവലാണ് പഠിക്കുന്നതും മനസ്സിലാവുന്നതും അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം പലർക്കും പല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതൊരു ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും ഈസി ആയിരുന്നു തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മാത്സിൻ്റെ ട്യൂഷനോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. +1 തുടങ്ങിയിട്ട് ഇതുവരെ പോയിട്ടില്ല. +2 ഞാൻ ഇതുവരെ പോയിട്ട് തുടങ്ങിയിട്ടില്ല ട്യൂഷനൊന്നും. അപ്പോൾ മാത്സിനായിട്ട് സ്പെഷ്യൽ ട്യൂഷൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ അപ്പോൾ എങ്ങനെയാണ് മാത്സ് പഠിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചർ അത്യാവശ്യം നന്നായിട്ട് മാത്സ് പഠിപ്പിക്കും. സോ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് ടീച്ചർ കറക്റ്റായിട്ട് നോട്ടൊക്കെ തരികയും കുറേ കണക്കൊക്കെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അത്യാവശ്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ നോക്കാറുണ്ട്. പിന്നെ അല്ലാത്തത് ഒക്കെ ഹോംവർക്കായിട്ട് ചെയ്യാനും പറയാറുണ്ട്. പിന്നെ അത് കൂടാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞാൻ ക്ലാസ് കാണുമായിരുന്നു. യൂട്യൂബ് ക്ലാസ് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ മതിയോ അതോ ബാച്ചിൽ ജോയിൻ ചെയ്യണോ എന്നൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ NCERTയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. എല്ലാ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ച് നിങ്ങളെ ഏത് രീതിക്ക് ക്വസ്റ്റ്യൻ വന്നാലും അതിനെല്ലാം നേരിടാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വിടും എന്നുള്ള രീതിയിലാണ് പൊതുവെ ആൾക്കാർ പറയുന്നതും. അങ്ങനെ എൻ്റെ ഒരു അറിവിൽ അങ്ങനെയാണ്. സോ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഗുണമായിരിക്കും. പിന്നെ അല്ലാതെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ അല്ലാതെ യൂട്യൂബ് ക്ലാസ് നോക്കി അല്ലാതെ നോക്കി മാത്സിന് നന്നായിട്ട് A+ വാങ്ങിക്കാൻ പറ്റുമോ, നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള ടിപ്സാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നുള്ളത്. അപ്പോഴേ നിങ്ങൾ ബാച്ചിലൊന്നും ഇല്ല, നിങ്ങൾക്ക് NCERTയുടെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചിലതൊന്നും സോൾവ് ചെയ്യാനായിട്ടൊക്കെ അറിയില്ല, സ്കൂളിലാണെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള 2-3 ഓപ്ഷൻസാണ് ഞാൻ പറയാനായിട്ട് പോകുന്നുള്ളത്. ഇതൊക്കെ ഞാൻ എക്സാമിൻ്റെ ടൈമൊക്കെ ആവാറായപ്പോഴാണ് അറിഞ്ഞത്. അന്നേരം നമുക്ക് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും കാണാനോ അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ JJ മാത്സ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലും ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ടൈം ആവാറായപ്പോഴാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ആ യൂട്യൂബ് ചാനലിലെയും വീഡിയോസൊന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ട് മീൻസ് ചില ടഫ് ക്വസ്റ്റ്യൻസ് മാത്രം അതിനകത്തെടുത്ത് കണ്ടുപിടിച്ചിരുന്ന് നോക്കിയിട്ടുണ്ട്. അല്ലാതെ എല്ലാ വീഡിയോസൊന്നും കണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. JJ മാത്സ് ട്യൂട്ടോറിയൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ചാനലിൻ്റെ പേര്, അതുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതായത്
ഞാൻ ഇപ്പോൾ പറയുമ്പോഴേ ഞാനൊരു സൈലം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിനെ മാത്രമായിട്ട് അങ്ങ് പറയുകയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. ബിക്കോസ് ഞാൻ എക്സാമിനറിൻ്റെ അലൻ സാറിൻ്റെ ക്ലാസ് പൊതുവേ കാണാറില്ല. എനിക്ക് സൈലത്തിലെ ഫുഫു സാറിൻ്റെ ക്ലാസ്സൊക്കെയാണ് കുറച്ചുകൂടെ മനസ്സിലായിട്ട് വന്നിട്ടുള്ളത്. ഞാനാണെങ്കിൽ 9 തൊട്ടേ അങ്ങനെ കണ്ടുകൊണ്ട് ശീലിച്ചത് കൊണ്ടായിരിക്കും എനിക്ക് +1 വന്നപ്പോഴും ഞാൻ സൈലം തന്നെയാണ് മാത്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈലം ചൂസ് ചെയ്തപ്പോഴേ എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താലും നിങ്ങൾക്കത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ +1ൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു സമയത്തിൽ ഞങ്ങളുടെ മോഡൽ എക്സാം 17-ാം തീയതി എങ്ങാണ്ട് തുടങ്ങിയിട്ട് 21-ാം തീയതി എങ്ങാണ്ട് കഴിഞ്ഞു. 21-നാണോ കഴിഞ്ഞത്, 17-നാണോ തുടങ്ങിയത്, എന്തോ 21, 22 എങ്ങാണ്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഈ അവധി വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു. അവധി 22-ന് കഴിഞ്ഞിട്ട് പിന്നെ 29 വരെ ഉണ്ട് അവധി. പിന്നെ അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി വരെ ഉണ്ടാവും. 6-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ദിവസം ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ യൂട്യൂബിൽ സൈലത്തിൻ്റെ ചാനലാണ് ഞാൻ കണ്ടത്. വേറെ ഏതെങ്കിലും ചാനലുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. സൈലത്തിൻ്റെ ചാനലിൽ അവരൊരു ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ലൈവ് ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്സിന് വേണ്ടിയിട്ടും ഫിസിക്സിന് വേണ്ടിയിട്ടും ബയോളജിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. മാത്സിനും ഫിസിക്സിനും ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറൊക്കെ ഈ ലൈവിൻ്റെ ഒരു ഡ്യൂറേഷൻ വരും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല, വേറെ ട്യൂഷന് പോകുന്നില്ല. സോ ഈ 4-5 മണിക്കൂർ നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് സമയം കണ്ടെത്തിയിരുന്ന് കാണേണ്ടതാണ്. അത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 4-5 മണിക്കൂർ വരുന്ന ലൈവാണ്. അപ്പോൾ ഞാൻ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള പോർഷൻസ് എന്തായാലും കാണും. സോ സ്പീഡിലൊക്കെ ഇട്ട് കാണാനൊക്കെ പറ്റും. ഞാൻ സ്പീഡിലിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സ്പീഡിലിട്ട് കണ്ടിട്ട് മാത്സ് നമുക്ക് ഒരുപാട് സ്പീഡാക്കാൻ പറ്റത്തില്ല, കാരണം മനസ്സിലാവണമല്ലോ. എങ്കിലും ഒരു മിനിമം സ്പീഡിലൊക്കെ ഇട്ട് കണ്ട് അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ NCERTയിലെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. NCERTയിലെ മെയിനായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, മെയിനെന്നല്ല മിക്ക ക്വസ്റ്റ്യൻസും ആ ലൈവിൽ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ടഫായിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ട്രിഗണോമെട്രി, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ് ടഫായിട്ടുള്ള ചാപ്റ്റർ അല്ല, പക്ഷേ അതിൽ നിന്ന് ടഫായിട്ട് ചോദിക്കുന്നു വെച്ചിട്ട് അതിൻ്റെ NCERT പ്രോബ്ലംസ്, അങ്ങനെ കുറച്ചധികം ചാപ്റ്റേഴ്സ് ഞാൻ മാത്സിൻ്റെ മോഡൽ എക്സാമിന് വേണ്ടി കവർ ചെയ്യാത്ത കുറേ അധികം ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് കവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവ് കണ്ട് ആ NCERTയിലെ പ്രോബ്ലംസ് ലൈവിൻ്റെ കൂടെ ഇരുന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം കണ്ടെത്തി. അല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഞാൻ സ്വന്തമായിട്ട് ലൈവ് നോക്കാതെ ചെയ്തു. അതായത് രണ്ട് വട്ടം ഞാൻ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചെയ്ത് നോക്കി. ഇത് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. സെറ്റ്സിനൊന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സെറ്റ്സ് ഞാൻ അതിലധികം കണ്ടിട്ടുമില്ല. അങ്ങനെയാണ് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ഒരു സംഭവം ഞാൻ മസ്റ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ ചെയ്ത കാര്യമാണ്. മേ ബി ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏകദേശം നമുക്ക് കുറച്ചുകൂടെ, എനിക്ക് ആ ഒരു ലൈവൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം മാത്സിന് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ അതിൻ്റെ ആ ലൈവൊക്കെ കണ്ടതുകൊണ്ടും അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ കറക്റ്റായിട്ടിരുന്ന് തീരുമാനിച്ചിരുന്ന് കണ്ടു. മാത്സിനെ മാത്രമേ ഞാൻ അത്ര കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. ഫിസിക്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിനായിരുന്നു ടൈം കുറവെന്നാൽ, പക്ഷേ ഞാൻ ഫിസിക്സിന് വേണ്ടിയിട്ട് ലൈവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്സിൻ്റെ ലൈവാണ് അറ്റൻഡ് ചെയ്തത്. പിന്നെ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാത്സിന് ഒരിക്കലും ലൈവിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. മാത്സിൻ്റെ എക്സാമിന് ടൈം കിട്ടുമ്പം ആദ്യം സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തിട്ടുള്ള കണക്കെങ്കിലും അത്യാവശ്യം നിങ്ങൾ എല്ലാം ഒന്ന് ചെയ്ത് നോക്കി എല്ലാ ഏകദേശം പോർഷൻസ് അറിയാമെന്നൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ ലൈവ് കാണാനായിട്ട് ഇരിക്കാവൂ. അല്ലാതെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് പോയിരുന്ന എക്സാം എഴുതാമെന്നുള്ളൊരു പരിപാടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ +1 ഞാനത് ചെയ്തിട്ടില്ല. 10 ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൺഫേം പറയാം. കാരണം അതൊക്കെ നടക്കും, +1 അങ്ങനെ നടക്കത്തില്ല. സോ കുറച്ച് ബേസ് നമ്മൾ തന്നെ ഉറപ്പിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ബേസ് നന്നായിട്ടൊന്ന് ഉറപ്പിച്ചതിന് ശേഷം ലൈവ് കാണാനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ 100% എഫക്റ്റീവാണ്. പിന്നെ ഗൈഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പിനായിട്ട് ലൈബ്രറിയൊക്കെ യൂസ് ചെയ്യാം. അതിനകത്തൊക്കെ അത് സോൾവ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈഡ് വരുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേറെ വെളിയിൽ നിന്ന് ഏതെങ്കിലും കിട്ടുന്നുണ്ട് അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഞാനൊന്നും തൽക്കാലം യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കൊന്നിൻ്റെ പേര് അറിയത്തില്ല പറഞ്ഞു തരാനായിട്ട്. ലൈബ്രറി ഉണ്ടായിരുന്നു, പക്ഷേ ലൈബ്രറി ഞാൻ അധികം യൂസ് ആക്കിയിട്ടില്ല. ഹോംവർക്കൊക്കെ തരുമ്പോൾ ആൻസർ ശരിയാണോ, സ്റ്റെപ്പ് മെത്തേഡ് നോക്കാൻ വേണ്ടി മാത്രം എടുത്ത് നോക്കിയിട്ടുണ്ട്, അല്ലാതെ വലുതായിട്ട് യൂസ് ആക്കിയിട്ടില്ല. സോ വേറൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അറിയാത്തത് കൊണ്ടാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാത്സിൻ്റെ എക്സാം ആയ ടൈമിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പൊതുവേ എല്ലാ എക്സാമിനും എനിക്ക് കറക്റ്റ് പോർഷൻസ് കവർ ചെയ്തിട്ട് പോകാൻ പറ്റാറില്ല. എനിക്ക് സ്കിപ്പൊക്കെ ചെയ്തൊക്കെ തന്നെയാണ് ഞാനും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് കവർ ചെയ്തു. പക്ഷേ എനിക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് കവർ ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവർ ചെയ്ത് പിന്നെ എനിക്ക് ടഫുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ഞാൻ ഒന്നുകൂടി എടുത്ത് കണ്ട്, തലേന്ന് അവർ ചെയ്യുന്ന ലൈവിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി എടുത്ത് കണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, കാരണം എൻ്റെ മനസ്സിൽ എക്സാം ടഫാവും.
എനിക്കൊന്നും എഴുതാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന് പോയതാണ്. അങ്ങനെ പേടിച്ച് അത് എന്നിട്ട് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എല്ലാം ചെയ്ത് നോക്കാൻ പറ്റില്ല. എന്നിട്ട് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് കോസും സൈനും എങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയിട്ട് പോയി. എക്സാം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പം 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ടാൻ പോയി. തീർന്നു, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് ഞാൻ വിചാരിച്ചൊരവസ്ഥയിൽ അവിടെ ഞാൻ നിന്നതാണ്. പക്ഷേ നമ്മൾ ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണെങ്കിലും ട്രിഗണോമെട്രി ആണെങ്കിലും കുറേ അധികം കണക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ടാനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ബൈ കോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ കുറേ അധികം പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്യും. ആ ഒരു ഓർമ്മയൊക്കെ വെച്ച് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് ആലോചിച്ച് ഉറപ്പിച്ച് എങ്ങനെയോ ഞാൻ ഹാൻഡിൽ ചെയ്തതാണ്. സീരിയസ് ആയിട്ട് പറയാൻ, ഞാൻ ട്രിഗണോമെട്രിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലാണ് എഴുതിയപ്പോൾ അത് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ടാനിൻ്റെ അവസാനം എനിക്ക് ടാനെക്സ് കിട്ടി, ടാനിൻ്റെത് കിട്ടി, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്ത് കിട്ടി, എങ്ങനെയോ കിട്ടിയതാണ്. എന്നിട്ട് എനിക്ക് ഉറപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആൻസർ കീ നോക്കിയപ്പോഴേ ഞാൻ ചെയ്ത സ്റ്റെപ്സ് എല്ലാം ഏകദേശം കറക്റ്റായിരുന്നു. അതുകൊണ്ട് ആ ഒരു 4 മാർക്ക് കിട്ടി. അതുകൊണ്ടാണ് ഫുൾ മാർക്ക് കിട്ടിയത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും, കാരണം ഞാൻ ആ ടാനെക്സ് നോക്കാതെ ഒരു സംഭവമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. പിന്നെ ഞാൻ ഒരിക്കലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ എക്സാം എഴുതിയിട്ട് എനിക്ക് ഏകദേശം ഒരു കൺഫേം ഉണ്ടായിരുന്നു എഴുതിയെല്ലാം ശരിയാണെന്നാണ്. എങ്കിലും നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെക്കാൻ പാടില്ലല്ലോ. സോ ഞാനൊരു 2 മാർക്കൊക്കെ കുറയുന്നൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിന് എനിക്ക് 2 മാർക്ക് പോയില്ലെങ്കിൽ ഫുൾ മാർക്ക് കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെന്തായാലും തെറ്റിച്ചിട്ടില്ല. ലൈവ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിക്ക് തന്നെ A+ ഒരു നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത +1 എക്സാം ടഫാവും ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ എക്സാം കുറച്ചധികം എളുപ്പവും അതിൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. മാത്സിന് ഫുൾ മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. അത്രയും നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി ഒരുപാട് പേർക്ക് നല്ലോണം മാർക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും മാത്സിൽ കിട്ടും. പക്ഷേ എക്സാം കുറച്ച് എളുപ്പമാണ്. അതിനൊരു പ്രത്യേക പങ്ക് തന്നെ ഉണ്ട് എക്സാമിന് എളുപ്പമായത്. പിന്നെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. എല്ലാവർക്കും A+ കിട്ടും. പിന്നെ ആണെന്നുണ്ടെങ്കിൽ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് +1 +2 മാത്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, NCERTയിലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണോ, അങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഏകദേശം മെയിനായിട്ട് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് പ്രോബ്ലംസും സ്കൂളിൽ ക്ലാസ്സിൽ എന്തായാലും ചെയ്യിപ്പിക്കും. അത് പിന്നെ മാത്സിന് പ്രത്യേകിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലാസ് അല്ലെങ്കിൽ കുറേയധികം റിസൾട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ട്രിഗണോമെട്രിയിലാണെങ്കിലും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലാണെങ്കിലും +1 കാര്യമാണ് പറയുന്നത്, +2 അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് പോലെ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ ഇരിക്കുന്നിടത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നോക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ NCERTയിലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ NCERTയിലെ എല്ലാ പ്രോബ്ലംസും ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ആദ്യം മുതലേ ചെയ്തു തുടങ്ങിയതല്ല. എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഒരു ലൈവ് കണ്ട് ചെയ്തതാണ്. അതിനകത്ത് എല്ലാ പ്രോബ്ലംസും എന്ന് വെച്ചാൽ മൊത്തമൊന്നും ഇല്ലെങ്കിലും ഒരേ ടൈപ്പ് വരുന്നത് കുറച്ച് ഒഴിവാക്കിയിട്ട് വ്യത്യസ്ത ടൈപ്പിലുള്ള കുറേയധികം പ്രോബ്ലംസ് NCERTയിൽ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു വട്ടം അത് വീഡിയോ കണ്ട് ചെയ്യുമ്പോഴും പിന്നെ ഒരു വട്ടം അല്ലാതെ ചെയ്യുമ്പോഴും നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് NCERTയിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മിക്കവരും സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ്. പക്ഷേ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാറുണ്ട്. അത് വേറൊരു സത്യമാണ്. അപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും NCERTയിൽ അല്ലാത്ത പ്രോബ്ലംസും എല്ലാം നിങ്ങൾ ചെയ്തൊന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്കും പിന്നെ ഏകദേശമൊക്കെ കവർ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാത്സിൻ്റെ ടിപ്സ് വരുന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.